السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമദാനിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് ഒരു സത്യവിശ്വാസി ഈ ഒരു മാസത്തെ വരവേൽക്കുന്നത്. കഴിഞ്ഞ 11 മാസക്കാലം അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ സകലവിധ പാപങ്ങളെയും കഴുകി ശുദ്ധീകരിക്കാൻ വിശുദ്ധ റമദാനിന്റെ അർത്ഥം തന്നെ കരിച്ചുകളയുന്ന മാസം എന്നതാണ്. പാപങ്ങളെ കരിച്ചുകളയാൻ ഉപയോഗപ്പെടുത്തുന്ന പുണ്യമായ ദിനരാത്രങ്ങളിലേക്കാണ് നമ്മളൊക്കെ പ്രവേശിക്കാനിരിക്കുന്നത്. ഈ വിശുദ്ധ റമദാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിൽ അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഒരു ഭാഗ്യമായിട്ടാണ് നാം കാണേണ്ടത്. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലിൽ, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, നമുക്ക് വേണ്ടവർക്കിടയിലുള്ള എത്രയോ ആളുകൾ ഇന്ന് നമ്മോട് കൂടെയില്ല. അതിൽ രോഗികളുണ്ടായിരുന്നു, പ്രായം ചെന്നവരുണ്ടായിരുന്നു, ഒരു രോഗവുമില്ല, പ്രായം വളരെ ആളുകളൊക്കെ നമുക്കിടയിലുണ്ടായിരുന്നു. ഇന്ന് അവരൊക്കെ 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്, ഖബറിലാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ബർസഖിയായ അല്ലാഹു വളരെ റാഹത്തിലും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് ഒത്തുകൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ റമളാൻ നമുക്ക് പരമാവധി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നല്ല നിയത്തോടെ ഈ ഒരു വിശുദ്ധ മാസം അത് അറിയിക്കുന്ന രീതിയിൽ ഞാൻ ഉപയോഗപ്പെടുത്തും. ഞാൻ ഒരൊറ്റ നോമ്പും ഞാൻ എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിക്കളയില്ല. ഒരു വഖത്ത് നിസ്കാരം പോലും ഞാൻ ജമാഅത്തായിട്ടല്ലാതെ നിസ്കരിക്കില്ല. ഒരിക്കലും അതിനൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കില്ല. സുന്നത്തായ ധാരാളം ആളുകൾ ഞാൻ ചെയ്യും. പരമാവധി ഞാൻ ആനോദം കഴിയുന്ന സമയം പള്ളിയിൽ ഇഅ്തികാഫിരിക്കും. മറ്റു ധാരാളം സുഹൃതങ്ങൾ ഞാൻ ചെയ്യും. എന്നൊക്കെ നമ്മുടെ നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഒരു നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ അതൊക്കെയും ആ നേട്ടത്തിന്റെ ആ ഒരു വിജയത്തിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് അവന്റെ നിയ്യത്താണ്. നിയ്യത്തുണ്ടാകുമ്പോഴാണ് ഏതൊരു കാര്യവും ഒരു മനുഷ്യന് ചെയ്തെടുക്കാൻ സാധിക്കുക. നല്ലൊരു നിയ്യത്തോടുകൂടെ അല്ലാഹുവിന്റെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അല്ലാഹു തആല ആരോഗ്യവും ആഫിയത്തും ആയുസ്സും ഒരുപാട് റമളാനുകൾ ജീവിച്ചിരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ ഇനി അതിന് കഴിയാത്ത ആരോഗ്യം ഉപയോഗപ്പെടുത്തി ശാരീരികമായി നമുക്ക് എന്തൊക്കെ ഒരു വിശുദ്ധ മാസം നമുക്ക് ചെയ്യാൻ കഴിയുമോ അത് നമ്മൾ ചെയ്യാൻ ഉപദേശം കൊടുത്ത് നല്ല വാക്കുകൾ കൊണ്ട് നല്ല നിയ്യത്തോടുകൂടെ ഈ ഒരു മാസത്തിൽ നമുക്ക് നമ്മളാൽ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ റമളാൻ ആദ്യത്തെ 10 ഇത് റഹ്മത്തിന്റെ പത്താണ്. അല്ലാഹു റഹീമാണ്, അല്ലാഹു കാരുണ്യവാനാണ്. അല്ലാഹുവിന്റെ കാരുണ്യം നമ്മിലും നമ്മുടെ കാര്യകാരികളുമായി ബന്ധപ്പെട്ട എല്ലാവരും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ 10 അത് മഗ്ഫിറത്തിന്റെ 10 ആണ്.
നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ ഗഫാറുമായ റബ്ബ് കാത്തിരിക്കുന്ന പത്ത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പുണ്യമായ ബറക്കത്ത് കൊണ്ട് നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവ്വപാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഗ്ഫിറത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ പത്ത് സ്വർഗ്ഗപ്രവേശനത്തിന്റെയും നരകമോചനത്തിന്റെയും പത്താണ്. ഈ വിശുദ്ധ റമളാനോടുകൂടെ നമുക്ക് അല്ലാഹു സ്വർഗ്ഗപ്രവേശനവും നരകമോചനവും നൽകി. നമ്മുടെ തൗബയെ അല്ലാഹു സ്വീകരിച്ച് ചെയ്ത അഅ്മാലുകളെ അല്ലാഹു തന്ന് വിശുദ്ധ റമളാൻ നമ്മളോട് യാത്ര പറയുമ്പോൾ നല്ല റാഹത്തായ സന്തോഷത്തോടുകൂടെ എല്ലാ അഅ്മാലുകളും പരമാവധി റബ്ബ് സ്വീകരിക്കത്തക്ക രീതിയിൽ ഞാൻ ചെയ്തു എന്ന ഒരു വല്ലാത്ത പ്രതീക്ഷയോടുകൂടെ റമളാനിനെ യാത്രയാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.